ഡാ, ഈ ചാണകവളം വൈകുന്നേരത്തിന് മുമ്പ് നാട്ടിലെത്തിക്കണം. ഓ, എന്തൊരു മണ! ഞാനാദ്യമായിട്ട് ഈ ചാണക വണ്ടി ഓടിക്കുന്നത്. പിന്നെ നീ മുമ്പ് ഓടിച്ചത് അമ്പാൻ്റെ വണ്ടിയല്ലേ? അറപ്പിച്ച് കയറാ. വണ്ടിയുടെ മുമ്പിൽ തന്നെ കുരിശാണല്ലോ. കുരിശാവോ? ആ, കുരിശായി. പാലം നിറച്ച് കിടക്കും. ഉലുവാലായാലും ഇനി എപ്പോ അവിടെ നിന്ന് ഊരിപ്പോകാൻ പറ്റും? ഇത് എന്നതാടാ ഈ വണ്ടിയില്? അത് ഷായിപ്പാപ്പന്റെ തോട്ടത്തിലേക്കുള്ള ചാണകവള സാറേ. സാറിന് ചാണം വേണോ? ആരാടാ ഈ ഷാജി പാപ്പൻ? എസ്റ്റേറ്റ് മുതലാളിയാ? ഷാജി പാപ്പൻ എല്ലാം ഉണ്ടല്ലോ അല്ലേ? മറയൂര് വഴിയല്ലടാ വന്നത്? അതെ. അപ്പൊ ചാണകത്തിനിടയിൽ ചന്ദനമുട്ടി വെച്ചിട്ടില്ലടാ നിങ്ങള്? ചന്ദനമുട്ടിയോ? സത്യം പറ, കള്ളക്കടത്ത് നടത്തില്ല നിങ്ങള്? സാറെന്താണ് ഒരുമാതിരി ചാനലുകാരെ പോലെ കേസ് വഴി തിരിച്ചിടാൻ നോക്കണത്? ചന്ദനമാണോ ചാണകമാണോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. ലോഡ് മുഴുവൻ ഇറക്ക്, എന്നിട്ട് പ്ലാറ്റ്ഫോമിന്റെ അടിയിൽ തപ്പ. സാറേ, വളം വാരിയിട്ട് പ്ലാറ്റ്ഫോം തപ്പണേ കൊള്ളാം. പക്ഷേ തിരിച്ചതുപോലെ കയറ്റിയിട്ട് തരണ്ടത് ഇല്ലെങ്കിലോ? തോട്ടത്തില് വാള് എത്തിയില്ലെങ്കിൽ പാപ്പനോട് സാറ് സമാധാനം പറയേണ്ടി വരും. മറ്റോടെ അവനോട് തന്നെ നേരിട്ട് സമാധാനം പറഞ്ഞോളാം. ഇനി നീ പോളെ, ഞാൻ ബാറ്റ് ചെയ്യാം. എന്നാന്ന് വിളിക്കണം. അമ്പയർ കൊണ്ടുവരുത്. അമ്പയർ നിനക്ക് കാണിച്ചു തരാടാ സ്റ്റേഷനിൽ വന്നിട്ട്. ഇനി അത് വേണ്ടി വരില്ല സാറേ, അവരെത്തി. പാപ്പാ അപുഭീകരൻ കൊടുംഭീകരൻ യമകിങ്കരൻ രുതിരപ്രിയൻ വടിവാളിനാൽ മുടി ചീകിടും തല കൊയ്യലും ഒരു ഹോബിയാ. അപുഭീകരൻ കൊടുംഭീകരൻ യമകിങ്കരൻ രുതിരപ്രിയൻ വടിവാളിനാൽ മുടി ചീകിടും തല കൊയ്യലും ഒരു ഹോബിയാ. പാപ്പനല്ല. ഈ ചാണക കേസിനൊക്കെ ഷാജി പാപ്പൻ വേണോ സാറേ? ഞാൻ പോരെ? അതിന് നീ ആരാ? ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. ഞാൻ അബു, അറക്കൽ അബു. ഇവിടെ ചോദിച്ചാ മതി. ഇവിടെ ചോദിച്ചാലും അറക്കൽ അബു. അതുകൊണ്ട് ഷാജി പാപ്പന്റെ പിള്ളേരെയും വണ്ടി അങ്ങ് വിട്ടേക്ക് സാറേ. പോലീസുകാരെ ന്യായം പഠിപ്പിക്കുന്നോടാ കോപ്പേ. അത് വേണ്ട സാറേ, പണി പാളും. കൈ പിടിക്കുന്നോടാ പാന്നം. സാറേ വേണ്ട. ഷാജി പാപ്പൻ ആറ്റം ബോംബും ചീറിപ്പോകും ഐറ്റം തന്നെ ഷാജി പാപ്പൻ. ഹാജി മസ്താൻ സലാമ വയ്ക്കും വീരൻ പാപ്പൻ. ഷാജി പാപ്പൻ ആറ്റം ബോംബും ചീറിപ്പോകും ഐറ്റം. പാപ്പൻ എന്താണ് ശബരിമലക്കാണോ? പാപ്പൻ സുത്താനി പാപ്പൻ മുത്താനി പാപ്പൻ സുത്താനി പാപ്പൻ. അയ്യോ, ഇതെന്റെ പിള്ളേരാ സാറേ. ഇത് കുറച്ച് ചാണകവളം ഇല്ലയോ? അങ്ങ് വിട്ടേക്ക്. അത് തീരുമാനിക്കാൻ നീ ആരാടാ? പാപ്പന്റെ ദേഹത്ത് തൊട്ടാ പിന്നെ അവന്റെ വിധി എഴുതുന്നത് പാപ്പനാ. അവനെ കൊല്ലു പാപ്പ. പാപ്പ അയ്യോ
ജീവൻ വേണോ ഓടിക്കോ, അല്ലെങ്കിൽ പാപ്പ നിങ്ങളെടുത്ത് വെള്ളത്തിലിടും. ചുമ്മാ സത്യം വിട്ടോ. സാറേ നീന്താ അറിയല്ലേ? നീ എന്നാടാ കരുതിയ പാപ്പൻ വെറും മൂന്നാംകിട കള്ളക്കടത്തുകാരനാണോ? മല വെട്ടിപ്പിടിച്ച കാട്ടുജന്തുക്കളോട് യുദ്ധം ചെയ്ത് പൊന്നുവിളച്ച കാർന്നോമാരാണ് എന്റെ. അതെപ്പോ വാപ്പ? അതൊക്കെ ഉണ്ട്. ആണോ? എന്നാ കണ്ടിന്യൂ. അങ്ങനെയുള്ള എനിക്കും എന്റെ പിള്ളേർക്കും ഈ ചന്ദനം കിടത്തി ജീവിക്കേണ്ട കാര്യമില്ലാവേ. ആഞ്ഞു നീന്തിക്കോളാ. നിന്റെ ഒന്നും ചീഞ്ഞ ചോര ചീകടിക്ക് പോലും വേണ്ട. ഞങ്ങളെ അങ്ങ് സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യാം കേട്ടോ. അതെ ഇപ്പഴോർത്ത് ചെറിയൊരു പ്രശ്നം ഉണ്ടല്ലോ. ഷാജിയേട്ടാ, നമുക്ക് കാശിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അതെന്നാടാ അല്ലാത്തത്? അതെ, ഈ വടമുരൊന്നും നടക്കണല്ലോ. അല്ല ബൂക്ക് പറഞ്ഞപ്പോ അത് ശരിയാന്ന് ഞങ്ങൾക്കും തോന്നി. ലോറിയില് ചാണകത്തിന്റെ അടിയില് ഒരു ലേശം ചന്ദനമുട്ടി ഉണ്ട്. ചന്ദനമുട്ടി കുറച്ച്. കുട്ടിയോ ഈ ചാണകത്തിന്റെ മണ്ണോടിക്കാതിരിക്കാൻ വേണ്ടി എടുത്തോ പാപ്പ. സാറേ കയറ് വല്ലതും വേണമായിരുന്നോ? പോടാ, നിനക്ക് എടുത്തോളാം. എന്നാ അപരാധോടാ ക്ലീറ്റസ് നിങ്ങൾ കാണിച്ച്. ചന്ദനം കടത്താൻ ശ്രമിച്ചതിനും അത് തടയാൻ ശ്രമിച്ച ഡ്യൂട്ടി ഓഫീസർ SI പ്രദീപ് കുമാറിനെ കമ്പനമേട് പാലത്തിൽ നിന്നും ഡാമിലേക്ക് എറിഞ്ഞുകൊല്ലാൻ നോക്കിയതുമായ കേസിലെ പ്രതി പന്നിമറ്റത്തിൽ ഷാജി പാപ്പൻ. കേസിൽ 50,000 രൂപയുടെയും 2 ആൾ ജാമ്യത്തിന്റെയും ഉപാധിയോടെ പ്രതിക്ക് ജാമ്യം അനുവദിക്കുന്നു. ഒപ്പം എല്ലാ തിങ്കളാഴ്ചയും ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഒപ്പിടണമെന്നും കേസിന്റെ വിചാരണ തീരും വരെ കോടതിയുടെ അനുവാദമില്ലാതെ ജില്ല വിട്ടു പോകാൻ പാടില്ലെന്നും ഇതിനാൽ കോടതി ഉത്തരവാകുന്നു. വിചാരണ തീയതി ഉടൻ അറിയിക്കുന്നതാണ്.